രാവിലെ എണീക്കാന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്താ ചെയ്യുക, എണീക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം എനിക്ക് ഫുഡ് കൊണ്ടുപോകണം, മക്കൾക്കും ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ എണീറ്റ ഉടനെ തന്നെ ഞാൻ മീൻകറി ആദ്യമേ തിളപ്പിച്ച് വെച്ചു, ഇന്നലത്തെ മീൻകറി. അതിനൊപ്പം തന്നെ ഇൻഡക്ഷനിൽ മുട്ട പുഴുങ്ങാൻ വെച്ചു. അതിന് ശേഷം ഞാൻ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണിക്ക് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പക്ഷേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനായിട്ട് ഇവിടെ വെളുത്തുള്ളി ഇല്ല, വെളുത്തുള്ളി തീർന്നു പോയി. രണ്ടാമത്തെ തക്കാളി ഇല്ല, അതും തീർന്നു. മാസാവസാനാണേ, ഒന്ന് ക്ഷമിച്ചേക്കണേ. തീർന്നുപോയ സാധനങ്ങളെക്കുറിച്ച് വിഷമിച്ച് സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഹെൽത്തി ആക്കാമല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ എപ്പോഴത്തെയും പൊടിക്കൈയായിട്ടുള്ള മുളച്ച ഗ്രീൻ പീസ് ഇട്ടു. അങ്ങനെയെങ്കിലും കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഏത് നാട്ടിലെ ബിരിയാണി എന്ന് ചോദിച്ച് നിങ്ങളെന്നെ ആക്രമിക്കാൻ വന്നേക്കരുത്. ഇതെൻ്റെ ഒപ്പിക്കൽ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പെണ്ണിന് എൻ്റെ ഒപ്പിക്കൽ മാത്രമേ ഉള്ളൂ എന്ന്. എന്ത് ചെയ്യാനും, മക്കൾക്ക് ഹെൽത്തി ആയിട്ടും കൊടുത്തു വിടണ്ടേ. ഒപ്പിക്കലാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റിന് ഒരു കുറവുമില്ലായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ ബിരിയാണി കുക്കറിൽ റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ അപ്പുറത്ത് സ്റ്റൗവിൽ ദോശ ഇട്ടെടുത്തു.